നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇതുവരെ കാണാത്ത മമ്മൂക്ക അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത ഒരു മമ്മൂട്ടി, ഇതാണോ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ബസൂക്ക അതിനൊത്ത ഒരു സിനിമയാണ്. എന്നാൽ ഒരു സിനിമ എന്ന ലെവലിൽ നോക്കുമ്പോൾ അത് എത്രത്തോളം നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. കൃത്യം 12:15 ഞാൻ ഈ സിനിമ കാണാനായി തൃശ്ശൂർ രാഗത്തിൽ കയറിയത്. കൃത്യമെന്ന് പറഞ്ഞാൽ സ്വല്പം മുമ്പാണ്. 12:15 അല്പം നിമിഷം മുമ്പ് ഞാൻ തിയേറ്ററിൽ കയറി. പക്ഷേ പടം തുടങ്ങിയത് 12:30 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരുപാട് ആരാധകർ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം. എന്നാൽ ഞാൻ യാതൊരുവിധ പ്രതീക്ഷകളില്ലാതെയാണ് സിനിമ കാണാൻ പോയതെന്ന കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ. പലരും പറഞ്ഞിരുന്നു ഇത് വലിയൊരു സംഭവമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ വലിയൊരു പ്രതീക്ഷയില്ലാതെ പോയതുകൊണ്ടായിരിക്കാം എനിക്ക് ഇൻ്റർവെൽ വരെ വളരെ രസകരമായിട്ട് തന്നെയാണ് ഈ സിനിമ അനുഭവപ്പെട്ടത്. മമ്മൂക്കയുടെ റോളിനെ കുറിച്ച് പറയാനാണെങ്കിൽ, നമ്മൾ എമ്പുരാനിൽ എങ്ങനെയാണോ മോഹൻലാലിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്നാൽ ഉണ്ട്, എന്നാൽ അവിടെ അദ്ദേഹത്തിനെ കാണാൻ സാധിക്കാത്ത ഒരവസ്ഥകൾ വന്നപ്പോൾ പലരും വളരെയധികം നിരാശാജനകമായിട്ട് ഫാൻസ് എന്ന ലെവലിലുള്ളവർ വളരെയധികം വിഷമം പറയുന്നതൊക്കെ ഞാൻ കേട്ടിരുന്നു. ഇത് മോഹൻലാലിൻ്റെ സിനിമയല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്നാൽ അത് മനോഹരമായിട്ട് തന്നെ മേക്ക് ചെയ്തിരിക്കുന്ന ഡയറക്ടറുടെ മികവ് അത് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിനോ ഡെന്നീസ് എന്ന് പറഞ്ഞ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രമാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. എങ്ങനെയാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ഇതുവരെ മലയാളത്തിൽ കാണാത്ത ഒരു വ്യത്യസ്തമായിട്ടൊരു കഥാഗതികൾ അല്ലെങ്കിൽ ഒരു കഥാപരിസരം, അങ്ങനെയാണ് കറക്റ്റ് പറയാൻ പറ്റുക. കഥാഗതികളൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഇതിനു മുമ്പ് ഞാൻ കണ്ട പല സിനിമകളുടെയും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലൊക്കെ കണ്ട ചില സിനിമകളിലെ അതേ കോൺസെപ്റ്റ്സ് തന്നെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഗെയിം എന്നുള്ള ഒരു ഗെയിം ത്രില്ലർ എന്നുള്ള രീതിയിൽ പോകുമ്പോൾ അതൊരു വ്യത്യസ്തമായൊരു ശൈലിയാണ് സിനിമയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഒട്ടനവധി പോരായ്മകൾ സിനിമയ്ക്കുണ്ട്. അതൊരു തുടക്കക്കാരൻ്റെ കൈപ്പിഴകൾ എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ തള്ളിക്കളയാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ചില സമയത്ത് നമുക്കത് ഡ്രാഗ് അനുഭവപ്പെടുന്നുണ്ട്, എന്നാൽ ചില സമയത്ത് ത്രില്ലിംഗ് അനുഭവം നൽകുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കക്കാരൻ നിന്നുള്ള ഒരു കൈത്തഴക്കമില്ലായ്മ ചില സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പലതവണ ഈ ചിത്രത്തിനെ വീണ്ടും ഷൂട്ട് ചെയ്തു എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. അത് എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കിട്ടിയ ന്യൂസുകൾ പ്രകാരം അത് വീണ്ടും ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് വീണ്ടും ഷൂട്ട് ചെയ്തു. അത്രത്തോളം ബഡ്ജറ്റിലേക്ക് ഈ സിനിമ എത്തുകയും ചെയ്തു. 10-25 കോടി ചിലവാക്കിയിട്ടുള്ള 25 കോടിയോളം രൂപ ചിലവാക്കിയിട്ടുള്ള ഒരു സിനിമ എന്ന നിലയ്ക്ക് ആ സിനിമ അതിനുള്ള ഒരു റിച്ച്നെസ് ആ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിമിഷ് രവിയാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ഛായാഗ്രഹണം ഗംഭീരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചില ഷോട്ട്സ് ഒരു ഹോളിവുഡ് ടച്ചൊക്കെ സിനിമയ്ക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. സൈക്കോ ത്രില്ലർ സിനിമകളിൽ കാണുന്ന രീതിയിലുള്ള ബി ജി എം ചെയ്ത വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരെൻ്റെ മനസ്സിൽ നിന്ന് പോയി പെട്ടെന്ന്, എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. ഏതായാലും ഇത്ര നേരം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേര്, പക്ഷേ ആ പേര് സൂചിപ്പിക്കുന്ന വ്യക്തി അത് മനോഹരമായിട്ട് തന്നെ അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. ചില സമയത്ത് എനിക്കത് എന്താ പറയുക, നമുക്ക് ചില സീനുകളായിട്ട് സിങ്ക് ചെയ്യാത്തൊരു അനുഭവം ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഒരു 80% മാർക്ക് അദ്ദേഹത്തിൻ്റെ സ്കോറിന് കൊടുക്കേണ്ടതുണ്ട്. 100-ൽ 100 കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും 80 മാർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയ ഒരു വകുപ്പ് അദ്ദേഹത്തിനുണ്ട്. സുഷിൻ ശ്യാമിൻ്റെ ശിഷ്യനാണ് അദ്ദേഹം എന്നാണെന്ന് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഗംഭീരമായിട്ട് തന്നെ ആ ഒരു ശിഷ്യൻ്റെ നിലവാരം അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുണ്ട്. വരും സിനിമകളിൽ ഗംഭീരമായിട്ടുള്ള മേക്കപ്പ്, അദ്ദേഹത്തിൻ്റെ മ്യൂസിക് നമ്മുടെ മുമ്പിലേക്ക് തിളങ്ങി നിൽക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കും. മാത്രമല്ല ചിത്രത്തിലെ ഒരുപാട് ഡാർക്ക് കോൺസെപ്റ്റ്സുകളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന ഡാർക്ക് വെബ്സൈറ്റുകളെ കുറിച്ചും അതുപോലെ തന്നെ ഉള്ള നമുക്കറിയാവുന്ന പോലെ ഹാലോം ഫെസ്റ്റിവലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്ന പല മാഫിയകളുടെ കളികളൊക്കെ ഈ സിനിമയിൽ കുറച്ചൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കൂടി ചിത്രത്തിൻ്റെ അവസാനത്തെ ഒരു 20-25 മിനിറ്റാണ് എനിക്ക് ഏറ്റവും എൻഗേജിങ് ആയിട്ട് തോന്നിയത്. ഒരുപക്ഷെ ആ ഒരു കഥാപാത്രത്തെ അവസാനം നമുക്കൊരു ട്വിസ്റ്റായിട്ടൊരു കഥാപാത്രം കടന്നു വരുന്നുണ്ട്. ആ കഥാപാത്രം വില്ലൻ കഥാപാത്രം, ആ കഥാപാത്രത്തിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ഒരു സിനിമ എടുത്തിരുന്നെങ്കിൽ അതൊരു സംഭവമാവാൻ പറ്റിയൊരു സാധനമാണെന്നാണ് എനിക്ക് തോന്നിയത്. ചില സമയത്ത് സത്യം പറയാൻ എനിക്ക് ചില സീനുകൾ കുറേ ഡ്രാഗിനെസ് അനുഭവപ്പെട്ടു. അത് ഇൻ്റർവെല്ലിന് ശേഷം ഒരു 10-20 മിനിറ്റോളം ആ ഒരു ഡ്രാഗിനെസ്, പക്ഷേ അവസാനം നോക്കുമ്പോൾ ആ ഡ്രാഗിനെസ് അതിന് നന്നായി എന്ന് തോന്നി. കാരണം ആ ഡ്രാഗിനെസ് ഒക്കെ കടന്നു വന്നത് കഥാഗതിയെ വികസിപ്പിക്കാനാണ്. പിന്നെ ഒരു അമാച്ചുറിസമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ടർ എന്നുള്ള ലെവലിൽ അദ്ദേഹത്തിൻ്റെ പരിചയമില്ലായ്മയൊക്കെ നമുക്ക് ചില സമയത്ത് മുളച്ചു നിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഒരു മികച്ച സിനിമ എന്നുള്ള അനുഭവം നൽകാനായിട്ട്
ഒരു ആവറേജ് സിനിമയ്ക്ക് നമുക്ക് കാണാവുന്ന അല്ലെങ്കിൽ കണ്ടിരിക്കാവുന്ന ഒരു ശരാശരി സിനിമ എന്നുള്ള ലെവലിൽ ഈ ഒരു ഗെയിം ത്രില്ലർ ജോണറിൽ ഈ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് നിങ്ങൾ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ചൊരു ചിത്രം ഒരു ആവറേജ് മൂവിയാണ്, കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. മമ്മൂക്ക അതൊരു പൊളി ഐറ്റം തന്നെയാണ്. അത് ഇനി പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം. ഏത് കാലത്തും മമ്മൂക്കയെ കുറിച്ച് പറയുമ്പോൾ ആയിരം നാവ് തന്നെയാണ് എല്ലാവർക്കും. മമ്മൂക്ക എന്ന് പറഞ്ഞ താരമില്ലെങ്കിൽ ഈ സിനിമയില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം കരുതാം. അദ്ദേഹമല്ല ഇതിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ചതെങ്കിൽ ഈ സിനിമ അട്ടർ ഫ്ലോപ്പ് ആകുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വാഗ്, അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് ഇതുവരെ ഈ അടുത്ത കാലത്തൊന്നും മമ്മൂക്ക ഇത്രയും സ്റ്റൈലിഷ് ഗെറ്റപ്പിൽ നമ്മൾ കണ്ടിട്ടില്ല, കാണാൻ സാധിച്ചിട്ടില്ല. ഗ്രേറ്റ് ഫാദറിലോ മറ്റോ ആണ് ലാസ്റ്റ് അദ്ദേഹത്തിന് ഒരു കിടിലൻ സ്റ്റൈലിഷ് ലുക്കിൽ നമ്മൾ കണ്ടത്. ഇപ്പോഴൊരു 9 വർഷങ്ങൾക്ക് ഇപ്പുറം ഇത്രയും സ്റ്റൈലിഷായിട്ട് മമ്മൂക്കയെ അവതരിപ്പിച്ച ഒരു ഫാൻ ബോയ് സംഭവം തന്നെയാണ് ബസൂക്ക എന്ന ചിത്രം. ബസൂക്ക എന്ന പേരെന്തിനെയാണ് സൂചിപ്പിക്കുന്നതൊക്കെ നമുക്കറിയാം, ഒരു ആയുധത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ സിനിമയിൽ അതെന്താണെന്ന് നിങ്ങൾക്ക് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. ഓരോ സിനിമയും ഓരോരുത്തരുടെ അനുഭവമാണ്. അപ്പം ഞാൻ സിനിമയെ കാണുന്നത് പോലെ ആവണമെന്നില്ല നിങ്ങൾ സിനിമയെ കാണുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ ആവണമെന്നില്ല ഞാൻ സിനിമയെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓരോരുത്തരുടെയും പേഴ്സണൽ ഒപ്പീനിയനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പക്ഷേ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരിക്കാം, വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയായിരിക്കാം, നിങ്ങളൊരു ഗ്രേറ്റ് എക്സലൻറ്റ് മൂവി ആയിട്ടാവും ഇതിനെ കാണുന്നത്. അതിൽ തർക്കമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എൻ്റെ ഒരു കണക്ക് പ്രകാരം ഈ ചിത്രം ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന, ഒരല്പം മുകളിൽ നിൽക്കുന്ന ചിത്രം. നല്ലൊരു എബോവ് ആവറേജ് എന്ന് പറയാൻ പറ്റാവുന്ന അനുഭവങ്ങൾ സിനിമ എനിക്ക് സമ്മാനിച്ചു എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും ഇല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ സിനിമ എന്ന ലെവലിൽ നോക്കുന്നതിനേക്കാൾ ഉപരി അതിൽ ആ ഒരു കഥാപാത്രം, എന്താ പറയുക, മമ്മൂക്കയുടെ ഒരു 2-3 വ്യത്യസ്ത ഗെറ്റപ്പുകൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞാൽ മാത്രം പോലെ അവസാനത്തെ ഒരു ക്ലൈമാക്സിലെ അദ്ദേഹത്തിൻ്റെ ചില പെർഫോമൻസ് ഉണ്ട്. അത് നമ്മൾ ബ്രഹ്മയുഗത്തിലൊക്കെ നമ്മൾ കണ്ട ചില പെർഫോമൻസിൻ്റെ നമ്മൾ അതായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ, ഇനി ഇതിനപ്പുറമൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അത് ഞെട്ടിച്ചുകൊണ്ട് അതിനേക്കാൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ചില ചേഷ്ടകളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേകതരം ഒരു അഴിഞ്ഞാട്ടമാണ് മമ്മൂക്ക അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ആ ഒരു 20-25 മിനിറ്റിന് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് പോയി തിയേറ്ററിൽ കാണാം. ഒരു മമ്മൂക്ക ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, പോയി കാണാം, എൻജോയ് ചെയ്യാൻ പോരാം. എന്നാൽ ഒരു ഗെയിം ത്രില്ലർ ജോണർ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെയധികം വേദന തോന്നുന്ന ചില അനുഭവം ഉണ്ടായേക്കാം. കാരണം ചില വ്യക്തികളോട് പറയുന്നത് ഞാൻ കേട്ടു. കാരണം അവർ ഒരുപാട് എന്തോ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. ബസൂക്ക എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ ത്രില്ലർ ജോണറിലുള്ള സിനിമയായിരിക്കും പ്രതീക്ഷിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇതൊരു മെൻ്റൽ ഗെയിം മൈൻഡ് ബ്ലോവിങ് ഫിലിംസ് എന്നൊക്കെ പറയാം. എന്തെന്നാ പറയാൻ ഒരു വാക്കുകൾ കിട്ടുന്നില്ല. ഒരു മനസ്സിൻ്റെ ചില കളികളാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല ഒരു സൈക്കോസിസിൻ്റെ അവസ്ഥയിൽ കടന്നു പോകുന്ന ചില വ്യക്തികളെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. വില്ലൻ കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. മമ്മൂക്കയുടെ ഇടയ്ക്കിടയിലും പെർഫോമൻസുകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ഗൗതം വാസുദേവ് മേനോനും ഒരുവിധം നന്നായിട്ട് തന്നെ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് തോന്നി ആ കഥാപാത്രത്തിനെ ഒരു പക്ഷേ സിദ്ദിഖോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ ഒരു ഫ്രഷ്നെസ് തോന്നില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഗൗതം വാസുദേവ് മേനോൻ ഇതിലൊരു ഫ്രഷ്നെസ്സായി മാറാൻ പറ്റിയ ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് എടുത്തിരിക്കുന്നത്. മാത്രമല്ല ചില ആളുകളുടെ അഭിനയവും നമുക്ക് അങ്ങോട്ട് അത്രയ്ക്ക് രസിച്ചിട്ടില്ല. ചില ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയാൻ പറ്റില്ല, പുതുമുഖങ്ങളായിട്ടുള്ള കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവരുടെ അഭിനയവും കുറച്ചും കൂടി ഒന്ന് രസമാവണമെന്ന് കരുതി. പിന്നെ ഒരു കോമഡിക്ക് വേണ്ടി ചില കോമഡികൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ അല്പം ക്ലീഷയും ഒരു അരോചകമൊക്കെ തോന്നി. ചില ഡബിൾ മീനിങ് എന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് തരം താഴ്ന്നില്ല. എന്നാലും ചില വാക്കുകൾ നമുക്ക് അല്ലെങ്കിൽ ചില സീനുകൾ നമുക്ക് സ്ഥിരം നമ്മൾ കണ്ടുപരിചയമുള്ളത് കൊണ്ട് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ മമ്മൂട്ടിയുടെ സ്റ്റൈൽ, മമ്മൂട്ടിയുടെ ആ ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സവിശേഷ ബുദ്ധിയും സവിശേഷ കഴിവുകളും ഇതിൽ നമുക്ക് വീണ്ടും എടുത്ത് പറയേണ്ട ഒരു വസ്തുതയാണ്. തിയേറ്ററിൽ ആസ്വദിച്ച ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇൻ്റർവെല്ലിന് ശേഷം ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റോളം എനിക്ക് ഡ്രാഗിനെസ് അനുഭവപ്പെട്ടു എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഇൻ്റർവെല്ലിൽ വരെയുള്ള ഒരു കഥാഗതിയൊക്കെ ഒരുവിധം കുഴപ്പമില്ലാതെ തന്നെ നമ്മളെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. അതുവരെ ഇൻ്റർവെല്ലിന് ശേഷം സ്വല്പം കുറച്ച് സമയം ചിത്രം ഒന്ന് ഡ്രാഗ് ആവുന്നുണ്ട്. പക്ഷേ ആ ഡ്രാഗിനെസ് ആവശ്യമാണെന്നാണ് പിന്നീട് അവസാനം നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ചില കഥാപാത്രം, ചില ക്യാമിയോസ്, ഇതിൽ 2-3 ക്യാമിയോസൊക്കെ വന്നു പോകുന്നുണ്ട്. ആ ക്യാമിയോസൊക്കെ തന്നെ എല്ലാവർക്കും പ്രിയങ്കരായ താരങ്ങളാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് അനുഭവപ്പെട്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ
ചിലർക്ക് അതിൽ സംഭാഷണം കൊടുക്കാണ്ട് ഒരു ക്യാമിയോനെ വിട്ടുപോയി. 90s എല്ലാവരുടെയും രോമാഞ്ചമായ ഒരു വ്യക്തിയാണ് അത് കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത്. അത്രേ പറയുന്നുള്ളൂ, നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. ഏതായാലും പല തമിഴ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ട, അല്ലെങ്കിൽ തെലുങ്ക് സിനിമകളൊക്കെ കണ്ട നായിക കഥാപാത്രം തന്നെയാണ് ഇതിലെ നായിക കഥാപാത്രം, വ്യത്യാസമൊന്നുമില്ല. എന്നാൽ അതിൻ്റെ മേക്കിംഗ് വൈസ് ഒരു സംവിധായകൻ്റെ ആദ്യ സംരംഭം എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ മനോഹരമായിട്ട് തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ചില പാകപ്പഴകളൊക്കെ തന്നെ ക്ഷമിച്ചുകൊണ്ടാണെങ്കിലും ഭാവിയിൽ ഡിനോ ഡെന്നീസിൽ നിന്ന് മനോഹരമായ സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാമെന്നതിൻ്റെ വലിയ സൂചന അദ്ദേഹം തന്നിട്ട് പോയിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റുള്ള താരങ്ങളെയും വെച്ച് അദ്ദേഹം ഗംഭീര സിനിമകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. സിനിമ വിജയിക്കട്ടെ. വലിയൊരു ആവേശപൂർവ്വമായിട്ടുള്ളൊരു ആഘോഷ തിമിർപ്പിൽ വിഷുവിനെ എല്ലാവരും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമകളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ്. എന്നെ സംബന്ധിച്ചൊരു ആവറേജ് അനുഭവമാണ് തന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. എന്നാൽ ഒരു മിക്സ്ഡ് റിവ്യൂസ് വരാൻ സാധ്യത ഞാൻ കാണുന്നത് ഈ ഒരു ഗെയിം ത്രില്ലർ, അത് ഗെയിമിൻ്റെ ചില വാക്കുകളും അങ്ങനെ ഗെയിമുകൾ എന്താണെന്ന് അറിയാത്ത സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എത്രത്തോളം അവർക്കത് ആക്സെപ്റ്റബിൾ ആകും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അവർക്ക് എൻജോയബിൾ ആകും എന്ന് അറിഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ച് ചില ഗെയിംസ് വാക്കുകളും ടേംസുകളൊന്നും എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് ഡ്രാഗായിട്ട് അനുഭവപ്പെട്ടതാകാം. ഒരു പക്ഷേ നമ്മളൊക്കെ 80s കിഡാണല്ലോ, 2000-ൻ്റെ ജനിച്ച കുട്ടികളോ 90s കിഡ്സോ അല്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്കത് ഇഷ്ടപ്പെടാതെ പോയാൽ എനിക്ക് തോന്നുന്നു ചില രംഗങ്ങൾ. എന്നാൽ മമ്മൂക്ക വരുന്ന സമയത്തൊക്കെ സ്ക്രീന് തീപ്പാറുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല അതിൽ കിടിലൻ സ്റ്റണ്ട് രംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഹൈവേയിലുള്ള മനോഹരമായിട്ടൊരു സ്റ്റണ്ട് രംഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കാണിക്കുന്നത് ഒരു ഗെറ്റപ്പുകളും വ്യത്യസ്തമായ ഗെറ്റപ്പുകളൊക്കെ തന്നെ ഗംഭീരമായിട്ട് അതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മമ്മൂക്ക ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. അവർക്ക് എൻജോയ് ചെയ്യാനുള്ളതുണ്ട്, കൈയടിക്കാനുള്ളതുണ്ട്, ത്രില്ലടിക്കാനുള്ളതുണ്ട്, രോമാഞ്ചം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ടൈറ്റിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. നമ്മുടെ ഈ വിക്രം സിനിമയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ലോകേഷ് കനകരാജൊക്കെ ലിയോയിലൊക്കെ വിജയനെ അവതരിപ്പിച്ചതുപോലെ, മാസ്റ്ററിലൊക്കെ അവതരിപ്പിച്ചതുപോലെ ഒരു വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് മെഗാസ്റ്റാർ മമ്മൂക്ക എന്ന് എഴുതി കാണിക്കുന്നത്. മമ്മൂക്കാസ് ബസൂക. അങ്ങനെ ഒരു കണ്ടിരിക്കാവുന്ന ഒരു സിനിമ എന്ന ഒരു അനുഭവമാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ചിത്രം കണ്ടവരാണെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്കും കൂടുതലൊന്നും പറയാനില്ല. ചിത്രത്തിൻ്റെ വിഷ്വൽ ബ്യൂട്ടിയും എഡിറ്റിങ്ങും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. ഗ്രാഫിക്സും ഒക്കെ അവരുടെ ബഡ്ജറ്റിന് വെച്ച് നോക്കുമ്പോൾ മനോഹരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും മറ്റൊരു മമ്മൂട്ടിയെ, ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയെ കാണാം എന്നുള്ളത് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മമ്മൂട്ടിയില്ലെങ്കിൽ ബസൂക്കയില്ല, ബസൂക്ക മമ്മൂട്ടിയെ കൂടാതെ ഒന്നുമല്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു. ദിസ് ഇസ് പിൻറ്റോ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.